മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യങ്ങളെല്ലാം അറിഞ്ഞ കണ്ണൻ കരുണയെ വീട്ടിൽ നിന്നും പുറത്താക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും നമ്മളുടെ ഒട്ടുപാല് പറഞ്ഞതനുസരിച്ച് മാർക്കോയും അനന്തവും കൂടി വേസ്റ്റ് ഇട്ടേക്കുന്ന സ്ഥലത്ത് കുഞ്ഞിനെ നോക്കി വരുന്നുണ്ടെങ്കിലും കുഞ്ഞിനെ അവിടെ എങ്ങും കാണുന്നില്ല. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, അനന്ത് സാറേ നമുക്കൊരു അബദ്ധം പറ്റി, നമ്മൾ വന്നപ്പം അവനെയും കൂട്ടിക്കൊണ്ട് വരായിരുന്നു, ഇതിപ്പോൾ ഇവിടെ എങ്ങും കുഞ്ഞിനെ കാണുന്നില്ല. അന്നേരം അനന്ത് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അവൻ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കുമോ, അവൻ വേറെ എവിടെയെങ്കിലും ആയിരിക്കും കുഞ്ഞിനെ കളഞ്ഞെന്ന് വയ്ക്കുമ്പം അതൊന്നും അല്ല സാറേ, ഇവിടെ ഒരുപാട് നായ്ക്കളുള്ള സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ നായ്ക്കൾ കടിച്ചു കൊല്ലട്ടെ എന്ന് കരുതിയായിരിക്കാം അവൻ ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിട്ടത്. എന്തായാലും കുഞ്ഞിനൊന്നും സംഭവിക്കുകയൊന്നുമില്ല, സാർ ആ കാര്യത്തിൽ ടെൻഷനാവുകയും വേണ്ട. കുഞ്ഞിന് കാവലായിട്ട് ഒരുപാട് പേരുണ്ട് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനും ആ കുഞ്ഞിനെ രക്ഷിക്കാനും. അന്നേരം അനന്ത് പറയുന്നുണ്ട്, എനിക്കിതൊന്നും കേട്ടാൽ സമാധാനമാവില്ല മാർക്കോ, എനിക്ക് കുഞ്ഞിനെ കിട്ടിയാലേ സമാധാനമാവുള്ളൂ. ഞാനിപ്പോൾ ശരിക്കും മരിച്ചതുപോലെ ഇവിടെ നിൽക്കണേ, എൻ്റെ വീട്ടിൽ നിന്നല്ലേ കുഞ്ഞിനെ നഷ്ടമായത്. അതുമാത്രമാണോ കണ്ണനും മഹി ഞങ്ങളെ വിശ്വസിച്ച് ആ കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ചിട്ട് പോയത്? ലേഖ കുളിക്കാൻ കയറിയ സമയത്ത് ആ ജാനമ്മ ലേഖയ്ക്കൊപ്പം ഉണ്ടായിരുന്നു, എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറയുമ്പം മാർക്കോ പറയുന്നുണ്ട്, അവർ അടുക്കളയിലേക്ക് പോയ സമയത്ത് ആ കുഞ്ഞിനെ കാണാതായെന്നല്ലേ പറഞ്ഞ അനന്ത് സാറ്. എന്തായാലും നമുക്ക് ആ ഒട്ടുവാലിനെ ഒന്നും കൂടെ പോയി കാണാം, അവനെയും വിളിച്ചുകൊണ്ട് ഇനി വരാമെന്നും പറഞ്ഞുകൊണ്ട് അനന്തും മാർക്കോയും കാറിൽ കയറി പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ കണ്ണനാണെങ്കിൽ അനന്തുവിൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. അന്നേരം അനന്തു മാർക്കോയോട് പറയുന്നുണ്ട്, കണ്ണനാടാ വിളിക്കണേ, എന്താ പറയണ്ടേന്ന് ചോദിക്കുമ്പം സാർ എന്തായാലും ഫോൺ എടുത്തിട്ട് നടന്ന കാര്യങ്ങളെല്ലാം കണ്ണൻ സാറിനോട് പറയാമെന്ന്. അങ്ങനെ അനന്തു ആണെങ്കിൽ ഫോൺ എടുത്തതും ഈ കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇടാ കുഞ്ഞിനെ കിട്ടിയോന്ന് ചോദിക്കുമ്പം അനന്തു ആണെങ്കിൽ ആകെ വിഷമത്തിലാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ലടാ കുഞ്ഞിനെ കിട്ടിയില്ല, പക്ഷേ കുഞ്ഞിനെക്കുറിച്ച് കുറച്ച് സൂചനകൾ കിട്ടിയിട്ടുണ്ട്. കുഞ്ഞിനെ നമ്മളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ആളെ മാർക്കോ പിടികൂടി അവനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തപ്പം അവൻ കുഞ്ഞിനെ എവിടെയാണ് കളഞ്ഞതെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയില്ലോ എന്ന് ചോദിച്ചതും ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ തിരിച്ചു വരുന്നതാ ഈ കാണുന്നത്, കുഞ്ഞ് അവിടെയെങ്ങും ഇല്ലടാന്ന്. അത് കേട്ടതും കണ്ണൻ പറയുന്നുണ്ട്, പിന്നെ എൻ്റെ മോളെ എവിടെയാടാ, എൻ്റെ മോളെ അവൻ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ വീണ്ടും അവൻ്റെ അടുത്തേക്ക് തന്നെ പോവുക, അവനെ ഒന്നും കൂടി എടുത്തിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അവൻ വള്ളി പുള്ളി വിടാതെ സത്യം പറയും, അതുകൊണ്ട് ഞങ്ങൾ അവനെ കണ്ടിട്ട് നിന്നെ വിളിക്കാമെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ്, ഞാനും അങ്ങോട്ട് വരാമെന്ന് പറയുമ്പം വേണ്ട കണ്ണ, ഞങ്ങൾ അവനെ ഒന്ന് പോയി കണ്ട് വിശദമായി ഒന്നും കൂടി ചോദിക്കട്ടെ, അതിനുശേഷം ഞാൻ നിങ്ങളെ വിളിച്ച് വിവരം പറയാം. എന്തായാലും കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എടാ പ്രതാപ, ഇനി അവർക്ക് ആ കുഞ്ഞിനെ എങ്ങാനും തിരികെ കിട്ടുകൂടാന്ന് ചോദിക്കുമ്പം എങ്ങനെ തിരികെ കിട്ടാനാ അമ്മേ, അതൊരു കൊച്ചു കുഞ്ഞല്ലേ, ആ ഒട്ടുവാല അതിനെ കൊണ്ടുവന്ന് എവിടെയോ കളഞ്ഞിട്ടുണ്ട്, അതവിടെ കിടന്ന് മരിച്ചു പോവുള്ളൂ, ഇനിയിപ്പോൾ ഒട്ടുവാലിനെ പിടി കിട്ടിയാലും ആ കുഞ്ഞിനെ ജീവനോടെ കിട്ടാനൊന്നും പോകണില്ല. അന്നേരം പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ആ ഒട്ടുവാലിനെ പിടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ അവനെ ഇത് ഏൽപ്പിച്ചതെന്ന് അവൻ പറയില്ലേടാന്ന് ചോദിക്കുമ്പം അത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അമ്മേ, എന്തായാലും ഞാൻ ജയിലിൽ പോകാനിരിക്കല്ലേ, അതിൻ്റെ കൂടെ ഈ കുഞ്ഞിനെ കൊന്ന കുറ്റവും കൂടെ എൻ്റെ തലയിലേക്ക് വന്നാലും ഒരു ശിക്ഷ തന്നെ ഉണ്ടാവുള്ളൂ, എന്നാലും എൻ്റെ മോളുടെ മുഖത്തെ സന്തോഷം എനിക്ക് കാണാൻ പറ്റുമല്ലോ എന്ന്. ആ സമയത്ത് ഈ മോഹിനിയാണെങ്കിൽ അത് കേട്ടോണ്ടാണ് അങ്ങോട്ട് വരുന്നത്. മോഹിനി അത് കേട്ടതും ഇവരോട് പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി, കരുണയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെയാണ് ആ കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റിയേക്കണത്. ഞാനൊരു കാര്യം ഇപ്പം നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞേക്കാം, ഇതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും, അത് നിങ്ങൾക്ക് മാത്രമല്ല കരുണയ്ക്കും ദോഷമായിട്ട് വരും. മിക്കവാറും ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിയും കണ്ണനും കരുണയെ അവിടെ നിന്ന് ഇറക്കി വിടും. നിങ്ങൾക്കറിയാലോ ആ ഉണ്ണിയുടെ സ്വഭാവം, ഉണ്ണിയാണെങ്കിൽ കരുണയെ സംരക്ഷിക്കാനൊന്നും തയ്യാറാവില്ല. ഇപ്പം തന്നെ കണ്ണൻ്റെ ചെലവിൽ ജീവിക്കുന്നത് കൊണ്ട് അവൻ കരുണയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണത്. ഒറ്റയ്ക്കൊരു താമസം തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ കരുണയ്ക്ക് വേണ്ടി 5 പൈസ ചിലവാക്കാമെന്ന് വിചാരിച്ച് നിങ്ങളും നിങ്ങളുടെ അമ്മയും ഇരിക്കേണ്ടതെന്ന്. നേരം പ്രതാപം പറയുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് അറിയാടി മോഹിനി, എന്തായാലും നിൻ്റെ മോക്കടെ ജീവിതത്തിൽ ഇനി ഒരു സന്തോഷം ഉണ്ടാവില്ല, ഇനി സന്തോഷിക്കാൻ പോണത് എൻ്റെ കരുണമോളായിരിക്കും എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, അത് നിങ്ങളാണോ തീരുമാനിക്കണത്, ആ കുഞ്ഞിന് ഒരുപാട് ദൈവാധീനമുള്ള കുഞ്ഞാ, അതുമാത്രമല്ല ലക്ഷ്മി മോളും കണ്ണനും അത്രയധികം നന്മയുള്ളവരാ, അവരെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഭഗവാൻ അവരെ കൈവിടുവൊന്നുമില്ല, ആ കുഞ്ഞിനെ അവർക്ക് തിരികെ തന്നെ കിട്ടും, ആ കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ടാന്ന്. ആ സമയത്ത് ഈ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. അന്നേരം മോഹിനി പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ പരസ്പരം നോക്കുകയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് സത്യ, എൻ്റെ മനസ്സ് പറയണതും അങ്ങനെ തന്നെയാണ്, കുഞ്ഞിനെ അധികം വൈകാതെ തന്നെ ഒരു പോറൽ പോലും ഏക്കാതെ മോൾക്ക് തിരിച്ചു കിട്ടുമെന്ന് തന്നെയാണ്. അങ്ങനെ മോഹിനി അങ്ങോട്ട് പോയി കഴിഞ്ഞതും പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, കണ്ടില്ലേടാ അവളുടെ ഒരു ആത്മവിശ്വാസം, ഇപ്പോഴും അവൾ കുഞ്ഞിനെ തിരികെ കിട്ടുമെന്ന് തന്നെയാണ് വിശ്വസിച്ചിരിക്കണേന്ന് പറയുമ്പം അത് പറയാൻ പറ്റില്ല അമ്മേ, ആ ലക്ഷ്മിയുടെ കുഞ്ഞല്ലേ, അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല, അത് ചിലപ്പോൾ പഴയതുപോലെ തന്നെ തിരിച്ചു വന്നാലോ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗേനെയും മഞ്ജുവിനെയാണ്. മഞ്ജു ആണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടത്തിലിരിക്കുമ്പോൾ ദുർഗ വന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കില്ലേ, വന്ന് എന്തെങ്കിലും കഴിക്കുമെന്ന് പറയുമ്പം ഞാൻ എങ്ങനെ കഴിക്കാനാ അമ്മേ,
നീലമോളെ കിട്ടാതെ എനിക്കൊരു വെള്ളം പോലും ഇറങ്ങൂല, അതുകൊണ്ട് അമ്മ വേണമെങ്കിൽ കഴിച്ചോ എന്ന് പറഞ്ഞതും ദുർഗ പറയുന്നുണ്ട്, ഇല്ല മോളെ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, പക്ഷെ നീ ഒരു അമ്മയാവാൻ പോകുന്നവളല്ലേ, അതുകൊണ്ട് നീ ഇങ്ങനെ പട്ടിണി ഇരുന്നാൽ അത് വയറ്റിൽ കിടക്കണ കുഞ്ഞിന് ദോഷമാകും, അതുകൊണ്ട് നീ വന്ന് എന്തെങ്കിലും കഴിക്കുന്നു പറഞ്ഞ് നിർബന്ധിക്കുമ്പം മഞ്ജു പറയുന്നുണ്ട്, എന്തായാലും മോളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടട്ടെ അമ്മേ, എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാമെന്ന്. ആ സമയത്ത് നമ്മളുടെ കരുണ മേളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഡൈനിങ് ടേബിളിലോട്ട് പോകുന്നുണ്ട്. അത് കണ്ടതും മഞ്ജുവിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് മഞ്ജു കരുണയുടെ പുറകെ ചെന്ന് നോക്കുമ്പോൾ കരുണയാണെങ്കിൽ പ്ലേറ്റ് എടുത്തു വെച്ച് അതിലേക്ക് നല്ലോണം ചോറും കറികളൊക്കെ ഇട്ട് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. അത് കണ്ടതും മഞ്ജുവിന് മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ തോന്നുന്നുണ്ട്. എന്നിട്ട് ദുർഗയോട് എന്ന് പറയുന്നുണ്ട്, അമ്മേ അവൾ പറഞ്ഞത് കുഞ്ഞിനെ കാണാതായതിൽ അവൾക്ക് വിഷമം ഉണ്ടെന്നല്ലേ, അമ്മ വന്നേ അവളുടെ സങ്കടം നമുക്കൊന്ന് നേരിട്ട് കാണാമെന്നും പറഞ്ഞുകൊണ്ട് മഞ്ജു ദുർഗേനെയും വിളിച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഈ കരുണയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ തന്നെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അന്നേരം ദുർഗയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ദുർഗ പറയുന്നുണ്ട്, മോളെ ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൻ്റെ പിന്നിൽ ഇവളും ഇവളുടെ അച്ഛനും മുത്തശ്ശിയും തന്നെ, അവളുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ അറിയാം, നമുക്കൊന്നും കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ട് പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റണില്ല, പക്ഷേ അവൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ലേ, അവൾ എന്നത്തേക്കാളും കൂടുതലായിട്ടാണ് ഇന്ന് കഴിക്കണേ, അതുമാത്രമല്ല അവളുടെ മുഖത്ത് ഒരുപാട് സന്തോഷമുണ്ടെന്ന്. അത് കേട്ടതും മഞ്ജു പറയുന്നുണ്ട്, എന്തായാലും കുഞ്ഞിനെ തിരികെ കിട്ടട്ടെ, കുഞ്ഞിനെ തിരികെ കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ തന്നെ ഇവിടെ പിടിച്ച് പുറത്തേക്കാക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഒട്ടുവാലാണെങ്കിൽ ഇങ്ങനെ ഇടികൊണ്ട് ആകെ അവശതയായി കിടക്കുകയാണ്. ആ സമയത്ത് വീണ്ടും മാർക്കോയും അനന്തും അങ്ങോട്ട് വരുന്നുണ്ട്. അവരെ കണ്ടതും, സാറേ ഞാൻ പറഞ്ഞതെല്ലാം സത്യ, കുഞ്ഞ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞതും മാർക്കോ പറയുന്നുണ്ട്, ഇല്ലടാ ഞങ്ങളവിടെ ചെന്ന് നോക്കിയിട്ടാ വന്നെ, കുഞ്ഞിനെ അവിടെയെങ്ങും കണ്ടില്ല എന്ന് പറഞ്ഞതും ഈ ഒട്ടുവാല് പറയുന്നുണ്ട്, എന്നാൽ കുഞ്ഞിനെ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ടേ കാണും സാറേ എന്ന് പറയുമ്പം എനിക്കതൊന്നും വിശ്വാസമാവണല്ലടാ, എന്തായാലും നീ ഞങ്ങളുടെ കൂടെ വാന്നും പറഞ്ഞുകൊണ്ട് ഈ ഒട്ടുവാലിനെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. പോണ വഴിക്ക് അനന്ത് ചോദിക്കുന്നുണ്ട്, നിന്നെ ആരാടാ ഈ പണി ഏൽപ്പിച്ചതെന്ന് ചോദിക്കുമ്പം ഈ ഒട്ടുവാല് പറയുന്നുണ്ട്, അതെന്തിനാ സാറേ സാറ് അറിയണേ, സാറിന് കുഞ്ഞിനെ കിട്ടിയാൽ പോരെയെന്ന് ചോദിക്കുമ്പം അത് പോരല്ലോടാ, നിന്നെ ഏൽപ്പിച്ച ആളാരാന്ന് ഞങ്ങൾക്ക് അറിയണ്ടേന്ന് ഇങ്ങനെ മാർക്കോ പറഞ്ഞതും ഈ ഒട്ടുവാലിന് നല്ല പേടിയാവുന്നുണ്ട്, ഇനി മാർക്കോടെ ഇന്ന് തല്ല് കിട്ടൂലോ എന്നോർത്ത്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, മര്യാദക്ക് നീ സത്യം പറഞ്ഞോ, നിന്നെ ഇത് ആരാ ഏൽപ്പിച്ചതെന്ന്. അന്നേരം ഈ ഒട്ടുവാലാണെങ്കിൽ പേടിയോടുകൂടി പറയുന്നുണ്ട്, എന്നെ ഇത് ഏൽപ്പിച്ചത് പ്രതാപൻ സാറാണ്. അത് കേട്ടതും മാർക്കോ പറയുന്നുണ്ട്, അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു, ആ പ്രതാപനല്ലാതെ വേറെ ആരും ഇതുപോലെ ഒരു ക്രൂരത ചെയ്യൂല, അയാൾ എന്തിനാടാ ഈ കുഞ്ഞിനെ കൊണ്ടേ കളയാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് വേറെ ഒന്നിനുമല്ല സാറേ, ആ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കണ്ണീര് കാണണം, അതുപോലെ പ്രതാപൻ സാറിൻ്റെ മോൾക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലും ഒരു വക കൊടുക്കണമെന്നും പറഞ്ഞ് സാറെന്നെ പറഞ്ഞ് ഏൽപ്പിച്ചതാണ്, ഇത് മാത്രമാണ് അവിടെ ഏൽപ്പിച്ചോളൂ, ഇതിനു മുമ്പ് എന്തെങ്കിലും ഏൽപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോൾ സാറേ 2 പ്രാവശ്യം വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചേർന്നു, അന്ന് 2 പ്രാവശ്യം ഒരു സ്വാമി വന്നില്ലേ കുഞ്ഞിനെ കാണാൻ, അയാൾ കുഞ്ഞിന് വിഷം കൊടുക്കാൻ വന്നതാണ്, എന്നിട്ട് കുഞ്ഞിന് വിഷം കൊടുത്തില്ലേ എന്ന് ചോദിച്ചതും ഈ ഒട്ടുവാല് പറയുന്നുണ്ട്, അയാൾ വിഷം കൊടുത്തെന്നാണ് പറഞ്ഞത്, പക്ഷെ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല. അന്നേരം അനന്തു ആണെങ്കിൽ ഇതൊക്കെ കേട്ടിങ്ങനെ അത്ഭുതത്തോടു കൂടി നിൽക്കുമ്പം മാർക്കോ പറയുന്നുണ്ട്, അനന്തു സാറ് ഞെട്ടി നിൽക്കുമൊന്നും വേണ്ട, ഇതൊക്കെ നടന്ന കാര്യം തന്നെയാണ്, ആ സിദ്ധയായ അമ്മ എന്നോട് ഇതെല്ലാം പറഞ്ഞിരുന്നു. അത് കേട്ടതും ഈ ഒട്ടുവാലാണെങ്കിൽ ആകെ അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കുമ്പം, നീ നോക്കുമൊന്നും വേണ്ട, ആ കുഞ്ഞിന് ദൈവത്തിൻ്റെ കാവലുള്ളതാണ്, അതുകൊണ്ട് ആ കുഞ്ഞിനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലും നടക്കുമൊന്നുമില്ല. ആ സമയം ഒട്ടുവാല് പറയുന്നുണ്ട്, അതെനിക്കും തോന്നി സാറേ, അന്ന് ഞങ്ങൾ ആ കുഞ്ഞിന് വിഷം കൊടുത്തു കഴിഞ്ഞപ്പം ആ കുഞ്ഞിൻ്റെ കരച്ചിൽ അന്തരീക്ഷത്തിൽ നിന്ന് കേൾക്കണ പോലെ തോന്നിയായിരുന്നു, അതുമാത്രമല്ല ആ കുഞ്ഞിന് വിഷം കൊടുത്തിട്ട് വന്ന ആ കള്ളസ്വാമിയില്ലേ, ആ സ്വാമിയുടെയും എൻ്റെയും പ്രതാപൻ്റെ അമ്മയുടെയും ദേഹം ആകെ ചൊറിച്ചിലായിരുന്നു, ഒരുപാട് സമയം ഞങ്ങൾ മാന്തിയതിന് ശേഷം ആ ചൊറിച്ചിൽ മാറിയത്. അതുപോലെ തന്നെ ഞാനിന്ന് ആ കുഞ്ഞുമായിട്ട് കാറി പോണ സമയത്തും അന്തരീക്ഷത്തിൽ നിന്നും ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു, ആ കരച്ചിൽ കേട്ട് പേടിയായിട്ടാണ് ഞാൻ കുഞ്ഞിനെ ആ വേസ്റ്റിൻ്റെ അവിടെ ഉപേക്ഷിച്ചതെന്ന്. അങ്ങനെ ഈ മാർക്കോ അനന്തുവിനോട് പറയുന്നുണ്ട്, കേട്ടില്ല അനന്ത് സാറേ, ആ മോളെ ആർക്കും അത്ര പെട്ടെന്നൊന്നും ഉപദ്രവിക്കാൻ പറ്റില്ല, കുറച്ച് സമയം കഴിഞ്ഞാണെങ്കിലും ഒരു കുഴപ്പം കൂടാതെ മോളെ നമുക്ക് കിട്ടും, എന്തായാലും നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുമല്ലേ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജുവിനെയാണ്. മഞ്ജു ആണെങ്കിൽ കുഞ്ഞിൻ്റെ വിവരം അറിയാൻ വേണ്ടി സാഗറിനെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് സാഗർ ഫോൺ എടുത്തിട്ട് മഞ്ജുവിനോട് പറയുന്നുണ്ട്, ഇതുവരെയും കുഞ്ഞിനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല മഞ്ജു, പക്ഷേ കുഞ്ഞിനെ കൊണ്ടുപോയവനെ പിടികിട്ടിയിട്ടുണ്ടെന്ന്. അന്നേരം മഞ്ജു ചോദിക്കുന്നുണ്ട്, അത് ആരാന്ന് ചോദിച്ചതും അത് വേറെ ആരുമല്ല, ഒരു ഒട്ടുവാൽ എന്ന് പറയണ ഒരു ഗുണ്ടയ, അവനെ കുഞ്ഞിനെ എടുത്തുകൊണ്ടേ കളഞ്ഞേക്കണേ, ആ കുഞ്ഞിനെ എവിടെ കൊണ്ടേ കളഞ്ഞ സാഗരേട്ടാന്ന് ചോദിക്കുമ്പം കുറേ വേസ്റ്റ് കൂട്ടിയിട്ടേക്കണതിൻ്റെ അടുത്ത് കൊണ്ടേ കളഞ്ഞെന്നാണ് പറഞ്ഞത്, പക്ഷേ മാർക്കോയും അനന്ത് സാറും ചെന്ന് നോക്കിയിട്ട് അവിടെ എങ്ങും കുഞ്ഞിനെ കണ്ടില്ല, അതുകൊണ്ട് രണ്ടാമത് അവർ ആ ഒട്ടുവാലിനെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, ഇത് ആര് പറഞ്ഞിട്ട് അയാൾ ചെയ്തതെന്ന് ചോദിക്കുമ്പം സാഗർ പറയുന്നുണ്ട്, അത് വേറെ ആരുമല്ല, ആ കരുണയുടെ അച്ഛൻ തന്നെയാണ്, അയാൾ എന്തിനാ ആ കുഞ്ഞിനെ ഉപദ്രവിക്കണേന്ന് ചോദിക്കുമ്പം അത് വേറെ ഒന്നിനുമല്ല, അയാളുടെ മോൾക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്, കണ്ണൻ സാറും ലക്ഷ്മി മേഡവും കരയണ കാണണം, അതിന് വേണ്ടിയിട്ട് അവരുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ടേ കളഞ്ഞ്.
ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് ആ വിവരം അപ്പോൾ കരുണയ്ക്കും അറിയായിരിക്കും, അത് അവളുടെ മുഖത്ത് ഇത്ര സന്തോഷം എന്ന് പറയുമ്പോൾ പിന്നെ അവൾക്ക് അറിയാതിരിക്കുമോ അവളുടെ അച്ഛനും മുത്തശ്ശിയും അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇതെല്ലാം ചെയ്യണേന്ന്. അത് കേട്ടതും മഞ്ജു ആണെങ്കിൽ ഞാനിപ്പോൾ വിളിക്കാം സാഗരേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചിട്ട് ദുർഗയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ദുർഗയുടെ അടുത്ത് വന്നതും ദുർഗ ചോദിക്കുന്നുണ്ട് എന്തായി മോളെ, സാഗറിനെ വിളിച്ചിട്ട് സാഗർ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് കുഞ്ഞിനെ കൊണ്ടേ കളഞ്ഞ ആളെ പിടികിട്ടിയിട്ടുണ്ട്, അത് ആരാ മോളെ എന്ന് ചോദിച്ചതും ഒരു ഗുണ്ടയെ, ആ ഗുണ്ടയെ പറഞ്ഞു വിട്ടത് ആരാന്ന് അമ്മയ്ക്ക് അറിയണ്ടേന്ന് ചോദിക്കുമ്പം ആരാ മോളെ ക്രൂരത ചെയ്തതെന്ന് ചോദിച്ചതും അത് വേറെ ആരുമല്ല അമ്മയുടെ രണ്ടാമത്തെ മരുമകളില്ലേ, അവളും അവളുടെ അച്ഛനും മുത്തശ്ശിയും ചേർന്ന. കേട്ടതും ദുർഗ പറയുന്നുണ്ട് എന്ത് കരുണയോ, അവൾക്ക് എങ്ങനെ ഇതിന് മനസ്സ് വന്നു, അവളുടെ വയറ്റിലും ഒരു കുഞ്ഞുള്ളതല്ലേ, എന്നിട്ടൊരു കുഞ്ഞിനോട് ഈ ക്രൂരത ചെയ്യാൻ അവൾക്ക് എങ്ങനെ മനസ്സ് വന്നു എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഏട്ടൻ്റെ ഏടത്തിയുടെയും കണ്ണീര് കാണണമെന്ന് മാത്രമേ അവൾക്ക് ആഗ്രഹമുള്ളൂ, അവളുടെ കുഞ്ഞ് മരിച്ചാലും അവൾക്കത് പ്രശ്നമൊന്നുമല്ല, ഏട്ടനും ഏടത്തിയും കരയണ കാണണം, അതിന് വേണ്ടിയിട്ടാണ് അവളുടെ അച്ഛനും മുത്തശ്ശിയും അവളും ചേർന്ന് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തത്. എന്തായാലും അധികം വൈകാതെ തന്നെ മാർക്കോയുടെ കയ്യിൽ നിന്ന് അവളുടെ അച്ഛനുള്ളത് കിട്ടും, ആദ്യം കുഞ്ഞിനെ ഒന്ന് കയ്യിലേക്ക് കിട്ടട്ടെ, അതിനുശേഷമായിരിക്കും അവളുടെ അച്ഛന് കിട്ടാനുള്ളത് കിട്ടാൻ പോണേന്ന്. അന്നേരം ദുർഗ പറയുന്നുണ്ട് അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഈ കരുണ ഉണ്ണി ഇവിടെ ഉള്ളപ്പം കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ടാന്ന്, പക്ഷെ കണ്ണനെ കേൾക്കാതിരുന്ന, കണ്ണനൊക്കെ എപ്പോഴും എല്ലാവരോടും മനസ്സലിവ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പിന്നെയും സംഭവിക്കണേന്ന് പറയുമ്പം മഞ്ജു പറയുന്നുണ്ട് അത് തന്നെയാണ് ഞാൻ ഏട്ടനോടും ഏടത്തിയോടും പറയണേ, ഒരിക്കലും മറ്റുള്ളവരുടെ സ്വഭാവം മനസ്സിലാക്കാതെ സ്നേഹം കാണിക്കരുതെന്ന്. ഇപ്പം തന്നെ ഏട്ടനുള്ള ഇവിടെ കയറ്റിയത് തന്നെ അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നും പറഞ്ഞല്ലേ, എന്നിട്ട് അവൾ ചെയ്ത പ്രവൃത്തി എന്താ, ഏട്ടൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുമല്ലേ ചെയ്യണേ, അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും അയാളെ ഇവിടെ നിർത്തരുത് അമ്മേന്ന്. അന്നേരം ദുർഗ പറയുന്നുണ്ട് അത് മോള് പറഞ്ഞത് നേരാ, കുഞ്ഞിനെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇനി കരുണയും ഉണ്ണിയും ഈ വീട്ടിൽ വേണ്ടാന്ന്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ നേരെ ഈ ഉണ്ണിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ കരുണ എന്തോ പറഞ്ഞ് ചിരിക്കുന്നത് കേട്ടോണ്ടാണ് ഈ മഞ്ജു അങ്ങോട്ട് ചെല്ലണേ. മഞ്ജു ചെന്നതും എന്താടി നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലോ, നീ ഇത്ര വലിയ ചിരിക്കാൻ മാത്രം എന്താടി ഇവിടെ നടന്നേ, ആ കുഞ്ഞിനെ നീ കൊന്നോടി എന്ന് ചോദിച്ചതും ഈ കരുണ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നുണ്ട് മഞ്ജു നീ എന്തൊക്കെ ഈ പറയണേന്ന് ചോദിച്ചതും നിനക്കൊന്നും മനസ്സിലായില്ല അല്ലേടി, ഞങ്ങളെല്ലാ സത്യങ്ങളും പറഞ്ഞു, ആ കുഞ്ഞിനെ ഗുണ്ടയെ കൊണ്ട് കൊണ്ട് കളയിപ്പിച്ചത് നിൻ്റെ അച്ഛനല്ലേടി, അത് നിൻ്റെയും കൂടി അറിവോടുകൂടിയാണെന്ന് എനിക്കറിയാം, നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നിൻ്റെ അച്ഛനും മുത്തശ്ശിയും ചേർന്ന് ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് കൊടുത്തത്. എന്തായാലും ഇനി ഒരു നിമിഷം പോലും നീയും നിൻ്റെ കെട്ടുവനും ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല, ഇറങ്ങടി ഇങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് ഈ കരുണയുടെ കയ്യെ പിടിച്ച് മഞ്ജു വലിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ കരുണയും ഉണ്ണിയും ആ വീട്ടിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. ഈ കരുണയുടെ മുത്തശ്ശിയുടെ സ്വത്തെല്ലാം ഉണ്ണി എഴുതി വാങ്ങിയെന്നുള്ള സത്യങ്ങളെല്ലാം കരുണ അറിയുകയും ചെയ്യുന്ന എപ്പിസോഡാണ് ഇനി തുടർന്ന് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.